തിരൂർ ഏഴൂർ MDPS UP സ്കൂൾ PTA നേതൃത്വത്തിൽ മുത്തൂർ കോടോതിപ്പാടത്ത് ഈ വർഷവും നെൽകൃഷി ആരംഭിച്ചു. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ഹരിതസേന ക്ലബിന്റെ നേതൃത്വത്തിലാണ് നെൽകൃഷി ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം ഉൽപ്പാദിപ്പിച്ച മുഴുവൻ നെല്ലും അവിലാക്കി മാറ്റുകയും കുട്ടികൾക്ക് അവിൽ മിൽക്ക് ഉണ്ടാക്കി നൽകുകയും ബാക്കി വന്ന അവിൽ വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു. മുഖ്യമായ ഒരു ആഹാര ഇനമാണ് അരി. കാരണം അരി ഭക്ഷണം കഴിക്കാത്ത മലയാളിയാണോ എന്നൊക്കെ നമ്മളൊരു നാട്ടുഭാഷയിൽ ചോദിക്കാറുണ്ട്. കാരണം ഇത്രയും അരിക്ക് പ്രാധാന്യമുള്ള ഒരു നാടാണ് നമ്മുടേത്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ഇന്നത്തെ തലമുറയോട്, പ്രത്യേകിച്ച് ഈ കുട്ടികളോട് നമ്മൾ അരിയെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം ചോദിക്കും അരി ഏത് മരത്തിലാണ് ഉണ്ടാകുന്നതെന്ന്. അങ്ങനെയുള്ള പല അനുഭവങ്ങളും പല കുട്ടികളിൽ നിന്നുണ്ടായിട്ടുണ്ട്. കാരണം അവർക്ക് അറിയില്ല, അവരുടെ കുഴപ്പം കൊണ്ടല്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളുടെ കൃഷിയെപ്പറ്റി ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനും എന്താണ് കൃഷിയെന്ന് അവർ മനസ്സിലാക്കുന്നതിനും നമ്മൾ കഴിക്കുന്ന ആഹാരം ഏത് രീതിയിലാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്നും അതിന്റെ പിന്നിലുള്ള അധ്വാനം എന്താണെന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടി വൈക്കോലും അവിലും വിറ്റാൽ ചെലവിന്റെ നല്ലൊരു പങ്ക് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് കൺവീനർ P. നജിയ പറഞ്ഞു. പാറപ്പുറത്ത് ഇല്ലത്തുപറമ്പിൽ സൈനുദ്ദീനാണ് തന്റെ നെൽവയൽ കൃഷിക്കായി വിട്ടു നൽകിയത്. നഗരസഭാ കൗൺസിലർമാരായ സീനത്ത് റഹ്മാൻ, C. നജിബുദ്ദീൻ, പ്രഥമാധ്യാപകൻ KK അബ്ദുസലാം, VA ഗഫൂർ, PK ആശ, P. നജിയ, T. റീഷ്മ, K. റഫീഖ്, PP അലിക്കുട്ടി, T. യാഹു, K. ഉമൈബാൻ, സ്കൂൾ ലീഡർ അൽ-അമീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂർ. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്.